പില്ലേഴ്സായിട്ട് നിൽക്കേണ്ട ആൾക്കാർ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടനാണ്. അവർ മാറുന്നതോടി മാർക്കറ്റിംഗ് മാറും, വില മാറും. ഈ കാണുന്നതിൻ്റെ പകുതിയുടെ പകുതി ഗ്ലാമർ ഉണ്ടാവില്ല. അവരാണ് പില്ലേഴ്സ് ഓഫ് മലയാള സിനിമ. എൻ്റെ മകനൊന്നും ഈ പള്ളിയിലൊക്കെ കൊണ്ടുപോകാൻ വലിയ സത്യം പറയാം ബുദ്ധിമുട്ടാണ്. പക്ഷെ അവന് സ്പിരിച്വാലിറ്റിയാണ്. അവൻ ആരെയും ഭയപ്പെടുന്നുണ്ട്. എക്സിബിഷനിസം ഇഷ്ടമല്ല. എൻ്റെ ഭാര്യയ്ക്ക് പോലും പബ്ലിക്കായിട്ട് നിന്നിട്ട് ഉള്ള എക്സിബിഷനിസം ഇഷ്ടമല്ല. ഞാൻ അമ്പലങ്ങളിൽ പോകുന്ന ഫോട്ടോകൾ ഇടാറുണ്ട്. എന്തുകൊണ്ട് എനിക്ക് അവിടെ പോയിക്കൂടെ? എനിക്ക് നിഷേധിച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ട് അവിടെ ഇടിച്ച് കയറാനും നോക്കാറില്ല. എന്നെ വിളിക്കാത്ത സ്ഥലത്ത് എന്തിനാ ഞാൻ പോകണം? അതുപോലെ ഒരു അമ്പലം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ അവിടെ ജാതിയും മതമൊക്കെ നോക്കുന്നതിന് ഇനിയിപ്പോൾ ഒരു ചേർച്ചാണ് വരുന്നത്, അവരുടെ ട്രസ്റ്റ് നമുക്ക് തരുന്നു. ഇത് പാകിസ്ഥാൻകാരെല്ലാം ഉണ്ടെന്നുണ്ട്, നമ്മുടെ അയൽപക്കത്തുള്ള ആൾക്കാരാ. എന്തിന് ജാതി മതത്തിൽ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് അജണ്ടയിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം സങ്കടമാണ്. ഇപ്പം മന്ത്രിയാവേണ്ട ഒരാള് എന്തിനാണ് നൈമിഷിക സുഖങ്ങൾക്കോ നൈമിഷികമായ ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങൾക്കോ കൂട്ടുന്നത് നശിച്ചു പോയത്? സുരേഷേട്ടൻ്റെ ഒപ്പം നിന്ന് അപ്പം തന്നെ സംഘി, രാജീവേട്ടൻ്റെ നിന്ന് അപ്പം കമ്മിയാവും, സതീഷേട്ടൻ്റെ ഒപ്പം ഇരുന്നപ്പോൾ കൊങ്ങി. ഇതെന്താ ഞാനില്ലേ, ടിനിട്ടോമില്ലേ? ഒട്ടുപിന്നില്ല ശ്രുതിയുടെ മരണം. അത് പറയുമ്പോൾ എനിക്ക് വേദനയ്ക്ക് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് പിരിഞ്ഞാണെന്ന് രാത്രി. അവനെ നന്നാക്കി കൊണ്ടുവരായിരുന്നു. കുറേ ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് ലാസ്റ്റ് അതെല്ലാവരും ഇട്ടിരുന്നു സെൽഫി. ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴും കോളുകൾ കുറേ കിടക്കണേ ഡെവലപ്പാബുവിൻ്റെ ഇതിൻ്റെയൊക്കെ. പെട്ടെന്ന് ഞാൻ ഇതെന്താ കാര്യം കേൾക്കുന്നത്? ശ്രുതി മരിച്ചു. ഞാൻ പറയും ഏത് ശ്രുതി? ശ്രുതി നമ്മുടെ ശ്രുതിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഫ്രീസായി പോയിട്ടില്ല. ബാക്കിയുള്ള മരണം മണിച്ചേട്ടൻ്റെയൊക്കെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ സുഖമില്ല ഇതൊക്കെ അറിഞ്ഞിരുന്നു. ചിലർ കളിയാക്കുമായിരിക്കും. ഞാൻ കൃപാസനത്തിൻ്റെ ഫോളോവറാണ്. അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് വന്നപ്പോൾ തകർന്ന് തരിപ്പണ. ഇനി എനിക്ക് വേണ്ട, ഇനി മാതാവ് മാത്രമേ രക്ഷപ്പെടുത്താനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഒറ്റക്ക് ആവശ്യപ്പെട്ടത് ഞാൻ. എന്നെ വേണോ മാതാവിന്? അത് ആ നിമിഷം ടക്ക് എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാജിക്കൽ റിയലിസം എന്നൊക്കെ സിനിമയെ പറയുമായിരിക്കും. The flavor of India packed with love. Firas Spices. ടിനി ടോമാണ് നമുക്കപ്പോൾ. ഹായ്. ഹലോ. ഈ പേര് ഭയങ്കരമായിട്ട് ഫേമസ് ആണ്. പക്ഷേ പ്രാഞ്ചിയേട്ടനിൽ വരുമ്പോഴാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു കുറച്ചൊരു അപ്ലിഫ്റ്റിംഗ് കിട്ടുന്നത്, നല്ലൊരു ക്യാരക്ടർ കിട്ടുന്നത്. ഈ അമ്പലപ്പറമ്പിൽ നിന്ന് കയറി വന്നതുകൊണ്ടാണോ ഞങ്ങളോടൊക്കെ ഇങ്ങനെ എന്ന് ഈ അടുത്ത് അമ്മയിൽ ചോദിക്കേണ്ടി വന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പ്രാഞ്ചിയേട്ടൻ വരെ എത്തുന്നത് വരെയുള്ളൊരു സ്ട്രഗിള്. പക്ഷേ അതിന് ശേഷമല്ലേ ശരിക്കും സ്ട്രഗിള്? ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യണം. സ്ട്രഗിൾ ഞാൻ എൻജോയ് ചെയ്യുന്നു. അത് നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ, തലവേദന വരുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതങ്ങ് ആസ്വദിക്കുക. അത് ആ അനുഭവങ്ങൾ എനിക്ക് ഗുണവും ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻ്റ് എന്ന് പറയുന്ന പടത്തിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതാണ്. എനിക്കൊരു കസേര കിട്ടാൻ, ഒരു ചെറിയൊരു സ്റ്റൂളാണെങ്കിലും സിനിമയിൽ കിട്ടാനുള്ളൊരു കാരണം. പിന്നെ അവിടെ നിന്ന് കയറ്റിയും ഒരു കലാകാരൻ കടൽ പോലെയാണ്. ഇടയ്ക്കിറങ്ങിപ്പോവും, ചിലപ്പോൾ കയറി വരും, അടിച്ച് കയറി വരും. പിന്നെ ഒരു അഭിനേതാവ് എപ്പോഴും അത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളെപ്പോഴും ഒരു മൊണോട്ടണസ് ഫീൽ ചെയ്യും. അഭിനയിക്കുക, വീട്ടിൽ വരിക. ഞാൻ സ്റ്റേജ് എപ്പോൾ കിട്ടിയാലും ഞാൻ പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടം യാത്രകളാണ്. ഇന്നലെ ഇപ്പോൾ ചെങ്ങന്നൂർ വഴി പോകുന്ന, അവിടെ നിന്ന് റോട്ടിൽ നിന്ന് ചായ കുടിക്കുന്ന തട്ടുകട, വിൻസർ കാസിൽ എന്ന ഒരു വലിയ ഹോട്ടൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു തട്ടുകടയുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ദോശ ഇങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും ട്രിപ്പിങ്. അപ്പോൾ ഈ നാടുകളിൽ, ഈ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുന്നത്, സാധാരണ ചായക്കടയിൽ ചായയില്ലേ ചെറിയ ഗ്ലാസ്, അതൊക്കെയാണ് എൻ്റെ ട്രിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ അമ്പലപ്പറമ്പുകളിൽ ഇനിയും പോകും, യാത്ര ചെയ്യും, അവിടെ സ്റ്റേജിൽ കയറും. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ എനർജിയാണല്ലോ. അപ്പോൾ ഇന്നത് തന്നെ ചെയ്യണമെന്നില്ല. ഔഷധ സസ്യങ്ങളുടെ കൃഷി ഞാനൊരു സ്ഥലത്ത് നടത്തുന്നുണ്ട്. പിന്നെ ഞാൻ ഹിസ്റ്ററി സ്റ്റുഡൻ്റാണ്, ഹിസ്റ്ററി പൊളിറ്റിക്സ് ആയിരുന്നു. പോകുന്ന വഴിക്ക് കിളിമാനൂർ കൊട്ടാരം ഉണ്ടെങ്കിൽ അവിടെ കയറി മുഴുവൻ ഞാൻ കാണും. അതൊക്കെ വല്ലാത്തൊരു ശോഷണമായ രീതിയിലാണ്. വളരെ നമുക്ക് സങ്കടം തോന്നുന്നൊരു ഒരു വാച്ച്മാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ആകെ ഒരു തിരുമേനിയാണ് ഇവിടെ താമസിക്കുന്ന, ഒരു പാട്ട് പാടുന്ന തിരുമേനി. ഞാൻ അവിടെ കയറി കണ്ട് ആ തിരക്കുകളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു നടുമുറ്റം ഞാൻ കണ്ടു. അത് കാണാൻ ചെന്നതെന്ന് വെച്ചാൽ സ്വാതി തിരുനാൾ ഇരുന്നിട്ട് പാടിയിട്ടുള്ള നടുമുറ്റമാണ്. കേരളത്തിലെ എല്ലാ കലാകാരന്മാരും കൂടി ഒത്തുകൂടുന്ന ഒരു ദിവസമുണ്ട്. ആ തറയിൽ എല്ലാവരും വന്നിട്ടുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ വളരെ സൈലൻസാണ്. ഫ്രണ്ടിൽ വളരെ വിജനമായൊരു ഗ്രൗണ്ടും. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കാൻ, ഒരു 100 വർഷം അല്ലെങ്കിൽ 200 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നവരാരുമില്ല. നമ്മൾ 100 വർഷം കഴിയുമ്പോൾ നമ്മളില്ല, വേറെ ഇത്. പക്ഷെ ഇവർ കുടുംബങ്ങൾ ലോകത്ത് വിദേശത്തൊക്കെ ഉള്ളവരുണ്ട്. അവരെല്ലാവരും കൂടി ഒത്തുചേരുന്നത് ഒരു ദിവസമുണ്ട്. മുഴുവൻ വിളക്കുകൾ, പുറത്തൊന്നും ആർക്കും എൻട്രി ഇല്ല. അന്ന് ഈ നടുമുറ്റത്ത് ഇവിടെ എല്ലാവരും കൂടും.
അപ്പോൾ അതൊക്കെ പറയുമ്പോൾ എനിക്കിങ്ങനെ ഓമം പൊങ്ങി. ഞാൻ ഓൾഡ് സോൾ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ ഒറ്റയ്ക്ക് ഏകാന്തനായിട്ട് ആ വൈബ് ഇങ്ങനെ കാറ്റാണെങ്കിൽ, ഇപ്പോൾ ഗുജറാത്തിൽ ചെന്നപ്പോൾ ഗാന്ധിജിയുടെ ഒരു സ്ഥലമുണ്ട്, അതിപ്പോൾ വളരെ മോശമായിട്ട് കിടന്നാണ്. ഇപ്പോൾ മോദിജി വന്നതിന് ശേഷം വളരെ ആനി ബെസൻ്റ് ഒക്കെ വന്നിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ ഗാന്ധിജിയുടെ കണ്ണട, അപ്പോൾ ഞാൻ ഇത്രയും വർഷം മുമ്പ് ഇവിടെ ഇങ്ങനെ നടന്നൊരു സ്ഥലമായിരിക്കും, വെള്ളക്കുപ്പായ തൊപ്പിയൊക്കെ വെച്ച ആൾക്കാർ നടന്നിട്ടുണ്ടാവും, അങ്ങനെ സങ്കല്പിക്കും. അതാണ് എൻ്റെ ട്രിപ്പിങ്. ഒരു ട്രിപ്പിംഗ് ആണ്. സിനിമയിലെ ഒരുപാട് ഏരിയാസിൽ ആളുകളുണ്ട്. അപ്പം നമ്മൾ പല ഏരിയാസിൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഘടനയുണ്ട്, പലതരത്തിലുള്ള സംഘടനകളുണ്ട്. ഇതൊക്കെ കൂടെ ചേർന്നിട്ട് നിങ്ങളെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കാൻ കഴിയുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ഇപ്പം ലാലേട്ടൻ ഒരു കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ അതിന് ഭയങ്കരമായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. ഇവരെ നമ്മൾ ചിലപ്പോൾ ആർട്ടിസ്റ്റുകളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും, അല്ലാത്തവരെ നമ്മൾ മനസ്സിലാക്കില്ല. അതേപോലെയാണ് നിങ്ങൾ കുറച്ച് പേര് ഇതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി സ്ട്രോങ് ആയി നിൽക്കുന്നവരുണ്ട്. ശരിക്കും ആ പില്ലേഴ്സൊക്കെ അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇപ്പോഴും സംഘടനയൊരു സംവിധാനം വെച്ചിട്ട് ഇപ്പോഴെങ്ങനെയാണ് നിങ്ങളെപ്പോലെയുള്ള കുറേ പില്ലേഴ്സ് ഉണ്ടല്ലോ, ആ പില്ലേഴ്സ് ഈ സംഘടനയിൽ അർഹിക്കുന്ന അംഗീകാരത്തോടു കൂടി നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ്? നമ്മളൊന്നും പില്ലേഴ്സ് അല്ല, നമ്മളൊക്കെ വെറും ചാവേറുകളാണ്. പില്ലേഴ്സായിട്ട് നിൽക്കേണ്ട ആൾക്കാർ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടനാണ്. അവർ മാറുന്നതോടുകൂടി മാർക്കറ്റിംഗ് മാറും, വില മാറും. ഈ കാണുന്നതിൻ്റെ പകുതി ഗ്ലാമർ ഉണ്ടാവില്ല. അപ്പോൾ അവരാണ് പില്ലേഴ്സ് ഓഫ് മലയാള സിനിമ. അവരുടെ മുഖമാണ് വിറ്റഴിക്കുന്നത്. അവർ വന്ന് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നത് ആണ്. ഈ അമ്മ എന്ന് പറയുന്ന 502 പേര്, അതിലൊരു 50 പേര് 60 പേര് സുഖമായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. ബാക്കി എല്ലാവർക്കും ഒരു കാലഘട്ടത്തിൽ അഭിനയിച്ചിപ്പോൾ പല ആൾക്കാർക്കും വീടുകളിലിരുന്ന് വർക്കില്ലാത്ത അവസ്ഥയുണ്ട്, മരുന്ന് വേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ മുന്നേ പോയവർ പിന്നിലുള്ളവരെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ ഒരു പുണ്യപ്രവൃത്തിയാണ് നടക്കുന്നത്. ഇപ്പോൾ പുതിയ പിള്ളേരൊക്കെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്, അവരൊക്കെ വരണം. അവർക്ക് ചിലപ്പോൾ പഴയ ആൾക്കാരെ അത്ര അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ മമ്മൂക്കക്കും ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ എന്നൊക്കെ പറയുന്ന പഴയ ആൾക്കാരെ എല്ലാവരും പേഴ്സണലി അറിയാം. അപ്പോൾ അതിന് പേഴ്സണലി ഹെൽപ്പ് ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ ഈ സംഘടന നിലനിൽക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വോളണ്ടിയേഴ്സാണ് നമ്മൾ. നമുക്കിത് നമ്മുടെ കയ്യിൽ നിന്ന് ഡീസൽ അടിച്ചിട്ടാണ് ഞാൻ പോയി പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ സ്ഥാനത്തിരിക്കരുത്, എക്സിക്യൂട്ടീവ് മെമ്പറാണ്, അങ്ങനെ നടക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ശരിക്കും പട്ടിപ്പണി എടുത്തിട്ടാണ് ഈ 10 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിൽ ഹാപ്പിനെസ്സും ഉണ്ട്. ഈ സ്പോൺസേഴ്സിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അമ്പലത്തിലെ ഒരു സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടു ഇതിനകത്തൊരു വർത്തമാനം വന്നു എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അതിനകത്ത് എന്താണ് ഇഷ്യൂ ശരിക്കും ഡിസ്കസ് ചെയ്തത്? ഒരു അമ്പലത്തിൻ്റെ ട്രസ്റ്റ് നമുക്ക് കാശ് തരാൻ തയ്യാറാണ്, ഒരു പള്ളിയുടെ ട്രസ്റ്റ് തരാൻ തയ്യാറാണ്. നമ്മളെന്തിനാണ് വേണ്ടാന്ന് നോക്കുന്നത്? നമ്മൾ ഇഷ്ടമുള്ളതല്ലേ. പ്രത്യേകിച്ച് ഞാൻ അമ്പലപ്പറമ്പിൽ ചോറ് കൊണ്ടുവന്ന് വെക്കണവരാണ്. അതൊരിക്കലും തള്ളി പറയാൻ പറ്റില്ല. ഞാൻ പള്ളിയിലെ അതിരൂപതയിലും KCBC ബിഷപ്പ് ഇതിലൊക്കെ ഉള്ളതാണ്. പക്ഷേ പള്ളികളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ല, വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. കാരണം അതിരൂപത തന്നെ ഇങ്ങനത്തെ പരിപാടികൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു 19 വയസ്സ് മുതൽ എന്തുമാത്രം അമ്പലങ്ങൾ, എനിക്ക് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ളവരുടെ ഉത്സവങ്ങൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഞാൻ പാലക്കാട് ഈ പരിപാടികളൊക്കെ വരുമ്പോൾ വണ്ടിയായിട്ട് ഇങ്ങനെ പോകും ഉത്സവം. കാരണം ആ സ്മെല്ലും ഇതൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരു ചെണ്ടകൊട്ടലുണ്ട് ഇങ്ങനെ കറങ്ങിയിട്ട്, അതിൻ്റെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട് ഇങ്ങനെ ആ ഒരു ട്രാൻസ്, അതൊക്കെ ട്രിപ്പിങ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു അമ്പലം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുമ്പോൾ അവിടെ ജാതിയും മതമൊക്കെ നോക്കുന്നത് എന്തിനാ? ഇനിയിപ്പോൾ ഒരു ചേർച്ചാണ് വരുന്നത്, അവരുടെ ട്രസ്റ്റ് നമുക്ക് തരുന്നു. ഇത് പാകിസ്ഥാൻകാരെല്ലാം ഉണ്ടെന്നുണ്ട്, നമ്മുടെ അയൽപക്കത്തുള്ള ആൾക്കാരാ. എന്തിന് ജാതി മതത്തിൽ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് അജണ്ടയിൽ നമ്മളിവിടെ ക്രിസ്ത്യാനികളും മുസ്ലിംസ് എല്ലാവരും ഉള്ള സ്ഥലത്തിലാണ് കൊണ്ടുവന്ന് വരുന്നത്. അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. ഈ ഫിലോസഫിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ബൈബിളിലെ വചനങ്ങളാണ് എടുത്ത് പറയാറുള്ളത്. പക്ഷേ വിമർശനാത്മകമായാണ് ഈ സിസ്റ്റത്തെയൊക്കെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ സഭയൊന്നും തള്ളിപ്പറയാറില്ലെങ്കിൽ പോലും പലപ്പോഴും ബൈബിളിനെ ഫിലോസഫിയിൽ കൂട്ടുപിടിക്കുമ്പോൾ ഇതിനെയൊക്കെ തള്ളിക്കളയുന്നൊരു സ്വഭാവം കാണിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ശരിക്കും അങ്ങനെ ഒരു വിശ്വാസം അത്ര ഇല്ലാത്തത് കൊണ്ടാണോ, ഇല്ലെങ്കിൽ ഈ പരിപാടികളൊന്നും നമ്മൾ വിചാരിക്കും പോലെ നടക്കാത്തത് കൊണ്ടാണോ? ഞാൻ റിലീജിയസ് അല്ല, സ്പിരിച്വലാണ്. രണ്ടും വ്യത്യാസമുണ്ട്. സഭ എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്, ഭക്തി തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ സ്പിരിച്വാലിറ്റി കാണപ്പെടാത്ത ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു ശക്തിയെ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ദൈവം മാത്രമാണ് എൻ്റെ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരല്ല. എല്ലാത്തിനും സ്വീകരിക്കണം നമ്മൾ ഈ മതത്തിൻ്റെ ജാതിയിൽ പേര് വെട്ടുന്നവർ മതത്തിലുള്ളവരല്ല, അത് സാത്താൻ്റെ സന്തതികളാണ്.
ഇവിടെ സ്നേഹമാണ് ഏത് ഗ്രന്ഥവും പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പേരിൽ തമ്മിൽ തർക്കം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്പലത്തിലെ ഉത്സവവും ഇതൊക്കെ നമ്മൾ അതിൽ ഞാൻ പങ്കെടുത്തു എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഗതികേട്. ഉത്സവം നമ്മുടെ ഉത്സവമാണ്, അല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാൾ ഇതാണ്, ചന്ദനക്കൂട് അതാണെന്ന് വിചാരിക്കുക. അത് ഇപ്പോഴും പല സ്ഥലത്തും വളരെ സൗഹൃദത്തോടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ജനറേഷൻ, എൻ്റെ മകനൊന്നും ഈ പള്ളിയിലൊക്കെ കൊണ്ടുപോകാൻ വലിയ സത്യം പറയാം ബുദ്ധിമുട്ടാണ്. പക്ഷെ അവന് സ്പിരിച്വാലിറ്റിയാണ്, അവൻ ആരെയും ഭയപ്പെടുന്നുണ്ട്. എക്സിബിഷനിസം ഇഷ്ടമല്ല. എൻ്റെ ഭാര്യയ്ക്ക് പോലും പബ്ലിക്കായിട്ട് നിന്നിട്ട് ഉള്ള എക്സിബിഷനിസം ഇഷ്ടമല്ല. പിന്നെ നന്മ, നല്ലത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ദൈവമുണ്ട്. നാരായണ ഗുരുവിൻ്റെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു സ്ഥലത്തല്ല ഇരിക്കുന്നത്, എല്ലാത്തിലും അതിൻ്റെ ഒരു പാർട്ട് തന്നിട്ടുണ്ട്. ശരിക്കും AI ആയിട്ടാണ് വിട്ടേക്കണം നമ്മളെ, AI പോലെ. അതായത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും. അതാണല്ലോ കർമ്മ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് നമ്മുടെ സ്വഭാവത്തിന് ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നതാണ് നമ്മളെ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഇവൻ ഒരുത്തനെ ഉപദ്രവിച്ചാൽ പരിപാടി മെമ്മറി കാർഡിൽ കയറ്റിയേക്കണത്, ഇവൻ വരാമെന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ട അവൻ അനുഭവിച്ചത് കണ്ട എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ലളിതമായി പറയുമ്പോഴും ഇടയ്ക്ക് ബ്രഹ്മപുരത്തെ തീ, പുക ഇതൊക്കെ 10 ദിവസം കൊണ്ട് അണയുമായിരിക്കും. പക്ഷേ മതങ്ങൾക്കുള്ളിൽ പുകയുന്ന ഒരു തീ എന്ന് പറയുന്നതും വർഗീയത എന്ന് പറയുന്ന ഒരു വിഷയത്തെയും എതിർത്ത് സംസാരിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത്രയും വർഗീയമാണോ നമ്മുടെ നാട് ശരിക്കും? ഇത് ആരാന്ന് എനിക്ക് പുതിയ തലമുറയിലെ പിള്ളേർക്ക് ഇതൊന്നും താല്പര്യമില്ല. പിന്നെ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് എനിക്കറിയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോഴും അത്തരത്തിൽ ഫൈറ്റ് ചെയ്യാൻ സജീവമാണ്. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയാം, ഇവ മൈതാനങ്ങൾ കുറഞ്ഞത് ഒരു പ്രശ്നമാണ്. അവിടെ കളിക്കുന്ന ശുക്കൂറിക്കയുടെ നെറ്റിയിലുള്ള തയമ്പെന്ന് പറയുന്നത് നിസ്കരിച്ചിട്ടല്ലേ, ഹെഡ് ചെയ്തിട്ടായിരിക്കും. അവിടെ കാണുന്ന ആളുടെ മുട്ടിൽ ഇത് പൊട്ടിയിരിക്കുന്നത് പള്ളി പോയി മുട്ടുകുത്തിയിട്ടല്ല. അപ്പോൾ ഇവരെല്ലാം ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് മൈതാനം. ഞാൻ ദേവാലയമായിട്ട് കാണുന്ന സ്ഥലങ്ങൾ തന്നെ. ഇപ്പോൾ സ്റ്റേജിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അതൊരു ദേവാലയമാണ്. നമ്മളെല്ലാവരും ഒന്നാണ് സന്തോഷിപ്പിക്കുന്നത്. അവിടെ എന്തൊരു സ്നേഹമാണ്. അതല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് നീ വേറെ അത് ഇതറിയത് ഇത് ആരുണ്ടാക്കിയാണ്, ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല മനുഷ്യന്. അത് ആരോ കൊണ്ടുവന്നിട്ട് വീണ്ടും തീയിടുന്നുണ്ട്. അപ്പോൾ ഈ മൈതാനങ്ങളിലും ഈ കലാ രംഗത്തും വേദികളിലൊക്കെ നമുക്ക് ഈ അമ്പലവും ക്ഷേത്രമൊക്കെ അതായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. പിന്നെ എൻ്റെ പ്രാർത്ഥന, ഞാൻ പള്ളിയിലും ഇത് എല്ലായിടത്തും പോകാറുണ്ട്. പക്ഷേ അതൊരു എക്സിബിഷനാക്കി മാറ്റില്ല. ഞാൻ അമ്പലങ്ങളിൽ പോകുന്ന ഫോട്ടോകൾ ഇടാറുണ്ട്. എന്തുകൊണ്ട് എനിക്ക് അവിടെ പോയിക്കൂടെ? എനിക്ക് നിഷേധിച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ട് അവിടെ ഇടിച്ചു കയറാനും നോക്കാറില്ല. എന്നെ വിളിക്കാത്ത സ്ഥലത്ത് എന്തിനാണ് ഞാൻ പോകണം? അത് തുറന്നു പറയാൻ പലരും ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നു. രാഷ്ട്രീയത്തിലേക്ക് പറയുകയാണെങ്കിൽ അത് താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയാം. അല്ല, ഡിപ്ലോമസി എനിക്ക് ചോദിക്കാനുണ്ട്. രാഷ്ട്രീയത്തിൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു VD സതീഷിൻ്റെ ഫോട്ടോ, അത് കഴിഞ്ഞപ്പോൾ സജി ചെറിയാൻ്റെ ഫോട്ടോ. അപ്പം ഇത് ബാലൻസ് കെ നായരാവുന്നതാണോ? എന്താ പറയട്ടെ, ഒന്ന് ഞാൻ രാഷ്ട്രീയം കളിച്ചിട്ട് മനസ്സും എടുത്തിട്ട് പോന്നിട്ടുള്ളതാണ്. മഹാരാഷ്ട്രയിലെ KSUകാരനായിട്ട് എന്താന്ന് പറയട്ടെ, നമ്മൾ ഈ ഗ്രൂപ്പ് വഴക്കുകൾ സജീവമായിട്ടുള്ളൊരു സമയത്തായിരുന്നു. നമ്മൾ കൂട്ടുകാരാണ്, നീ വേറെ ഗ്രൂപ്പ്, ഞാൻ വേറെ, ഇന്ത്യയും പാകിസ്ഥാൻ വിഭജിച്ച പോലെയൊക്കെ തോന്നും. പിന്നെ അവരായിട്ട് കൂടാൻ പാടില്ല. ഞാൻ ഇമോഷണലാണ്, എനിക്ക് മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്ന ആളാണ്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പോൾ പ്രധാന നിരയിലേക്ക് എത്തിയിരിക്കുക. അതുകൊണ്ട് അന്ന് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നതുകൊണ്ട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ മുകളിലുണ്ടായിരുന്ന ആളാണ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ ഒപ്പം, സതീഷ് ചേട്ടൻ്റെ ഒപ്പം ഞാൻ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ വോളണ്ടിയറായിട്ട് അന്ന് തുടരുന്ന ബന്ധമാണ്. ബന്ധങ്ങളൊന്നും വിട്ടിട്ടില്ല. പക്ഷേ ഞാനിപ്പം മെമ്പറല്ല ഒന്നിലും. കാരണം നമ്മളെ ഒരു ചങ്ങലിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം പോലെ. എനിക്ക് അപ്പൂപ്പന്താടി പോലെ പറന്ന് നടക്കാൻ ഇഷ്ടമുള്ളതാണ്. നല്ല ആൾക്കാരെ നല്ലതായിട്ട്. ഇപ്പോൾ P രാജീവേട്ടൻ എൻ്റെ വീടിൻ്റെ തൊട്ടുപുറത്തെ മണ്ഡലമാണ്. രാജീവേട്ടൻ അവിടെ പുഴ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് പെരിയാറിന് മുന്നിലാണ്, അത് ക്ലീൻ ചെയ്യിച്ചു. അപ്പോൾ ഞാൻ കോൺഗ്രസ് കുടുംബം ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പാടില്ലേ? എനിക്കൊരു പോസ്റ്റ് നന്ദി ഇടാൻ പാടില്ലേ? അത് വേറൊരു പാർട്ടിയാണെന്ന് വിചാരിച്ചിട്ട് മനുഷ്യനല്ലേ? അൻവർ സാദത്ത് 10 വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഇടാൻ പാടില്ല. നല്ലതല്ലേ ചെയ്യണത്? എപ്പോഴും പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷമായിട്ട് ജീവിക്കണം എന്തിനാ? ഞാൻ പ്രതിപക്ഷമാണ്, അതുകൊണ്ട് എന്ത് ചെയ്താൽ നല്ലത് ചെയ്താലും കുറ്റം പറയുക. അങ്ങനെയല്ല, നമ്മൾ വിദേശ രാജ്യത്ത് കണ്ടറിയാൻ പറ്റും. നല്ലത് ഒരു ഗവൺമെൻറ് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയുമ്പോഴാണ് നമ്മുടെ മൂല്യം കൂടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സജി ചെറിയാൻ സാറ് സാംസ്കാരിക മന്ത്രിയാണ്. ഒരു കോള് വിളിച്ചാൽ എന്തോരം തിരക്കുള്ളൊരു മനുഷ്യൻ എൻ്റെ അടുത്ത് അത് കേൾക്കാൻ തയ്യാറാവുകയാണ്. ഞങ്ങളുടെ എന്ന് പറയുന്ന സംഘടന ഞങ്ങൾ കുറച്ചുപേരും ഉണ്ടാക്കിയത്. അതിനൊരു അംഗീകാരം, അക്കാഡമിയിൽ അംഗീകാരം തന്നു. ഇപ്പോൾ ഗുരുപൂജ അവാർഡ്, അക്കാഡമി അവാർഡുണ്ട്. മിമിക്രീനെ അംഗീകരിച്ചിട്ടില്ല, 10 വർഷമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവ് അല്ലേ? അതിന് നന്ദി പറയാൻ പാടില്ലേ? അതിനുശേഷം ഫിലിം കോൺക്ലേവ് വന്നപ്പോൾ നമ്മൾ വിളിച്ച് നേരിട്ട് കാർഡ് തന്നിട്ട് വരണമെന്ന് പറഞ്ഞു. അതിന് നന്ദി പറയാൻ പാടില്ലേ? ഇപ്പോൾ അമ്മയുടെ ഒരു വലിയൊരു കുടുംബസംഗമം നടന്നു.
പല സ്ഥലത്തും നമുക്ക് ഫീസ് അടക്കണം. വലിയ അമ്മ എന്ന് പറയുമ്പോൾ കാശിൻ കൊണ്ട്, അതുകൊണ്ട് എല്ലാവരും വലിയ തുക ആവശ്യപ്പെടും ചിലപ്പോൾ നിയമപരമായിട്ടുള്ളത്. ഇതൊരു ചാരിറ്റബിൾ സംഘടനയാണെന്നുള്ള കാര്യത്തിന് പുള്ളി ഇടപെട്ടിട്ട് ഇപ്പോൾ 1.5 ലക്ഷത്തിന് നമുക്ക് 25,000 രൂപയ്ക്ക് തരുന്നുണ്ടെങ്കിൽ അതിന് നന്ദി പറയാൻ പാടില്ലേ? അപ്പോൾ ഇവൻ ബാലൻസ് ചെയ്യാണെന്ന്. അത് ഞാൻ ഇപ്പോൾ സതീശൻ ചേട്ടൻ എന്നെ വിളിച്ച് ചോദിക്കില്ല നീ എന്താണ് അവിടെ പോയി അങ്ങനെ പറഞ്ഞത്, കാരണം ഞാൻ അതാണെന്നുള്ള അറിയാം. ഞാൻ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം വർഷങ്ങളായിട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് അവനൊരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ ഞാനത് ചോദിക്കും. എന്നോടൊപ്പമുള്ളവർക്ക് എന്താ കൊടുക്കാണ്ടിരുന്നത്, അത് കൊടുക്കാതെ ആകുമ്പോൾ ഞാൻ മാനസികമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഇമോഷണൽ ജീവിയാണ് ഞാൻ. ആ രാഷ്ട്രീയത്തിന് പറ്റൂല. നമ്മൾ തുറന്ന് സംസാരിക്കുന്ന ആളായതുകൊണ്ട് നമ്മളത് ഫീൽ ചെയ്ത് എന്തൊരു കഷ്ടമാണ്, അവനെ തിരിഞ്ഞു നോക്കിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പണിയെടുത്തിട്ട് എന്നെ കണ്ടില്ല. അത് മാനുഷിക വികാരമാണ്. മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെടരുത് നമ്മൾ. ഞാൻ മനുഷ്യനാണ്, നല്ലത് കണ്ടാൽ നല്ലത് പറയും. ആരും ബാലൻസ് ചെയ്യാനല്ല. ഇപ്പോൾ സുരേഷ് ചേട്ടൻ്റെ ഒപ്പം പെട്ടെന്ന് തന്നെ BJP-കാരനാക്കി. സുരേഷ് ചേട്ടൻ്റെ ഒപ്പം ഇവൻ സംഘി, ഇവൻ ചാണകം. അതെങ്ങനെ തീരുമാനിക്കുന്നത്? പുള്ളി മലക്കപ്പാറ എന്ന് പറഞ്ഞ ആദിവാസി കേന്ദ്രത്തിൽ ഒരു ബോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ നിഷി, അവൻ ഇവിടുത്തെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂസ് ഷിപ്പ് ടൂറിസത്തിൽ നടത്തുന്ന ആളാണ്. അവൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു 1.25 ലക്ഷം രൂപയുടെ ബോട്ട് അവൻ കൊടുത്തു, സുരേഷ് ചേട്ടന് കൊടുത്ത്. അത് അപ്പോൾ സുരേഷ് ചേട്ടൻ ഹാപ്പിയായി. അപ്പോൾ തന്നെ എന്താ പേര് ചെക്ക് എഴുതണം. അല്ലല്ല ഇത് എൻ്റെ ഒരു സ്പോൺസർഷിപ്പാണ്. അവൻ 13 കോടിയുടെ ഷിപ്പ് ഇറങ്ങിയിരിക്കണം. സ്പോൺസർഷിപ്പ് ഒന്നും വേണ്ട, എൻ്റെ മകളുടെ ട്രസ്റ്റിൻ്റെ പേരിൽ എഴുതിയേ പറ്റൂ എന്ന് പറഞ്ഞത് പുള്ളി അത് അങ്ങോട്ട് കൊടുക്കുകയാണ്. കയ്യിൽ നിന്ന് കാശ് കൊടുക്കുക. പുള്ളി MP ആയിരുന്നപ്പോൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദിവാസികൾക്ക് വോട്ടൊന്നുമില്ല. അവർക്ക് രാത്രി ഹോസ്പിറ്റലിൽ പോകാൻ വഞ്ചിയില്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര കാലമായി. അത് പുള്ളിയുടെ പേഴ്സണൽ ഒരു സംഭവമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് എഴുതാൻ പാടില്ലേ? അപ്പം ഞാൻ കോൺഗ്രസ് കൂടുമ്പോഴൊന്നും പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യരുത്. അപ്പോൾ ആ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ടിയിൽ മെമ്പർ അല്ലാത്തതുകൊണ്ട് ബേസിക്കലി എൻ്റെ കോൺഗ്രസ് ആയിരിക്കും. പക്ഷെ നല്ലത് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, വലതുവശത്തെ ഇടതുപക്ഷക്കാരനാണ് ഞാൻ. ഇടതുപക്ഷം നല്ലത് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റേജിൽ MLA ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊതിച്ചോറ്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സിസ്റ്റർ ആക്സിഡൻറ്റ്, വളരെ പാവപ്പെട്ടവരാണ്, ആക്സിഡൻ്റായിട്ട് അമൃത ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവൻ പറഞ്ഞു ഒരു രക്ഷയില്ലേട്ടാ. ഞാൻ അമൃത ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു എല്ലായിടത്തും എനിക്ക് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ സാമ്പത്തികമായിട്ട് സഹായിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ രക്ഷയില്ലേട്ടാ. ഉച്ചയ്ക്ക് ഞാൻ DYFIയിലുള്ള ഒരു പയ്യൻ്റെ അടുത്ത് വിളിച്ചിട്ടാണ് പറഞ്ഞു, സമീർ എന്ന് പറഞ്ഞ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള, അവൻ ഇടപ്പള്ളിയിലുള്ള എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല ഏട്ടാ, ഞങ്ങൾ സ്കൂട്ടറിന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ഒരു നേരം കൊടുത്താൽ മതി. ഞാനിത് പറഞ്ഞിട്ട് പോയി. ഇവൻ 100ാമത്തെ ദിവസം വിളിക്കുന്നത്, ചേട്ടാ 100ാമത്തെ ദിവസമായിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്, 2 നേരം കൊടുത്തുകൊണ്ടിരിക്കുക. അത് നല്ല പ്രവൃത്തിയല്ലേ ഒരു സംഘടന ചെയ്യണത്. അതെനിക്ക് കോൺഗ്രസിനെ കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിക്കാനുള്ളൊരു അവകാശമില്ല ഇവിടെ. തീർച്ചയായിട്ടും ഉണ്ട്. വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇതുപോലെ തന്നെ വെള്ളപ്പൊക്കം വന്ന് അത് അപ്പോൾ പറഞ്ഞു ഇവൻ അന്ന് ഇവനെ പൊക്കി പറഞ്ഞാണ്, ഇപ്പോൾ പറയുന്നില്ല. ഞാനിത് എപ്പോഴും പറയും, നടന്നിട്ടുള്ള കാര്യം ഞാൻ എപ്പോഴും പറയും, മാറ്റിയും തിരിച്ചും പറയൂല. ഞാൻ തകർന്ന തരിപ്പണ ആദ്യത്തെ ഫ്ലോർ മൊത്തം പോയി. കൊറോണയും വെള്ളപ്പൊക്കം എന്നെ പഠിപ്പിച്ചത് എൻജോയ് ഒരു മൊമെൻ്റ്. ആരെയും പേടിക്കാതെ തന്നെ ജീവിക്കുക, ആരും ഉപദ്രവിക്കാതിരിക്കുക, സ്നേഹിക്കുക. അത് തന്നെയാണ്. എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും കുഴിയിലോട്ട് പോയി മോതിരം വരെ അർത്ഥെടുക്കും. നമ്മൾ കുറച്ചാൾ കൊണ്ടു കിടക്കണുള്ളൂ. ഇപ്പോൾ ഈ സ്റ്റുഡിയോ ശരണ്യ കുറച്ചാൾ കൊണ്ടു കിടക്കാം, വേറെ ആൾക്ക് കൊടുക്കേണ്ടി വരും കാലശേഷം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയുള്ള സത്യങ്ങളാണ്. ഇത് ബൈബിളിലും ഇവരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശാന്തരാവും. അപ്പോൾ ഇവർ ക്ലീൻ ചെയ്യാൻ വന്നു. ഇവിടെ കണ്ണൂർ സുധീഷ് എന്നും പറഞ്ഞിട്ട് സിനിമ നടനുണ്ട്. എൻ്റെ അവസ്ഥ കൊണ്ട് കണ്ണൂരിൽ നിന്ന് ബ്രെഡും വെള്ളമായിട്ട് വന്ന അവനല്ലേ ദൈവം, അവനല്ലേ കൈപിടിച്ച് നടത്തുന്നതാണ്. പ്രാഞ്ചിയേട്ടല്ലേ പറയേണ്ടത്, ഒരാളെ കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യവൻ. അല്ലാണ്ട് കോടികൾ മുടക്കിയിട്ട് അമ്പലവും പള്ളിയും, ദൈവം പാവപ്പെട്ടവനൊന്നുമല്ലോ വീട് വെച്ച് കൊടുക്കുക. എന്തോരം ആലയങ്ങളുണ്ട് ഇവിടെ, ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് നിരീശ്വരവാദി എന്നല്ല കേട്ടോ, കയ്യിൽ കുരിശുള്ളവനാണ്, കുരിശും അപ്പൻ്റെ പേരും ഉണ്ട്. ഇതൊക്കെ എൻ്റെ വിശ്വാസങ്ങളുണ്ട്, സൂര്യനുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഐഡിയോളജീസാണ്. അപ്പോൾ കൈപിടിച്ച് നടത്തുന്നതാണ് പുണ്യം, അതാണ് ദൈവത്തിന് ഇഷ്ടം. അല്ലാണ്ട് ദൈവത്തിന് വീട് വലിയ ബംഗ്ലാവ് വെച്ച് വന്നേക്കണം എനിക്ക്, ഇവന് അനുഗ്രഹം കൊടുക്കുക. ഒരാലയം മതി പ്രാർത്ഥിക്കാൻ, സ്വസ്ഥമായിട്ടിരുന്നിട്ട്. അത് കർത്താവ് പ്രാർത്ഥിച്ചത് എൻ്റെ അടുത്ത് എന്താണ്, അൽത്താര അഭിമുഖ കുർബാനക്കാണ് അനുകൂലം, അല്ലെങ്കിൽ അൽത്താരയുടെ പിന്നിലാണ് ടീനി സപ്പോർട്ടിന്. ഞാൻ പറഞ്ഞു കർത്താവ് ഗെത്സമയം തോട്ടത്തിലാണ്, തോട്ടത്തിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചാളാ, പുള്ളിക്ക് പള്ളിയിൽ നിന്ന് വേണ്ട, ഞാൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അല്ല പ്രകൃതിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനാണെന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനുള്ള രജനീഷിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ പറയുന്നത് ഇത് സത്യമല്ലെങ്കിൽ എന്നെ തള്ളിക്കളഞ്ഞു, അല്ല എന്നെ സഭയൊന്നും പുറത്താക്കൂല. അതേപോലെ തന്നെ ഈ ആലുവ പുഴയുടെ തീരത്താണ് താമസിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ വെള്ളം കയറാനൊക്കെ ഉള്ളൊരു സാധ്യതയുള്ളതാണ്. എന്നിട്ടും ടിനി ടോമിനെ പോലൊരു ആർട്ടിസ്റ്റ് അവിടെ തന്നെ താമസിക്കണമെന്ന് നിശ്ചയിക്കുന്നതിന് പിന്നൊരു കാര്യം ഉണ്ടാവില്ലേ? വെള്ളപ്പൊക്കത്തിന് മുമ്പ് അതിൻ്റെ പുറകിൽ വേറെ സ്ഥലത്താണ് താമസിച്ചിരുന്നത്.
അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പുഴയുടെ അരിയത്ത് താമസിക്കുന്നത് ഇത് മാനിഫെസ്റ്റേഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ മാനിഫെസ്റ്റേഷനും വിശ്വസിക്കുന്നില്ല. പട്ടിപ്പണി എടുത്ത രക്ഷപ്പെടും. അല്ലാണ്ട് ഈ മാനിഫെസ്റ്റേഷൻ ഞാൻ രാജാവ് ഒരിക്കലും രാജാവിലെ തലക്കും ഭ്രാന്തും വരും. പണിയെടുക്കുക എത്തേണ്ടടുത്ത് എത്തുള്ളൂ. നമ്മൾ ആരെ തോപ്പിക്കാനാണ് നടക്കണം. സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ചു പോകും. കിട്ടുന്നത് എൻജോയ് ചെയ്യാൻ പറ്റുക. മുകളിലോട്ട് നോക്കിയിട്ട് അവൻ അതുണ്ട് എനിക്കില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. അത് ഞാൻ പറയും, വെള്ളപ്പൊക്കവും കൊറോണയും 3 തവണ കൊറോണ വന്നത്. ഇപ്പോൾ കണ്ടില്ല, സൗണ്ട് മാറിയിരിക്കുന്നത്. ചെറിയൊരു ടച്ച് ചെയ്ത് അപ്പം തന്നെ സൗണ്ട് മാറും. നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം ഇത്? ഒരു പനി വന്നാൽ തീർന്ന ആൾക്കാർ ഭയങ്കര കോടികളുണ്ടായിട്ട് മോട്ടിവേഷൻ, മാനിഫെസ്റ്റേഷൻ, ഞാനിങ്ങനെയാണ് വന്നത് ഇങ്ങനെ. അതല്ല, നമ്മൾ പണിയെടുക്കുക 100% ഡെഡിക്കേറ്റഡ് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ഒരു ഫലം തരുമെന്നേ. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ സ്ഥലത്തായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം പുഴയുടെ അരിയത്ത് വന്നോന്നാണ്. ഇവിടെ വെള്ളം പൊങ്ങിയതോടുകൂടി വാട്ടർ ഫ്രണ്ടിനൊക്കെ വില കുറഞ്ഞു. ഞാനിങ്ങനെ പതുങ്ങിയിരിക്കണായിരുന്നു സിംഹം. ഇത് നോക്കി വെക്കണായിരുന്നു. വെള്ളപ്പൊക്കം വന്നാലും 3 ദിവസമല്ലേ, ഞാൻ നീന്തി അവിടെ ഇങ്ങനെ രക്ഷപ്പെട്ടോളാം. അപ്പോൾ 1 കോടിയൊക്കെ വില കുറഞ്ഞിടിഞ്ഞ്. അപ്പോൾ ഇത് തക്കം പാത്ത് നിൽക്കുന്ന എനിക്കുണ്ടല്ലോ, അങ്ങ് വീണ് കിട്ടി. അങ്ങനെയാണ്. അത് കാശൊന്നും നോക്കിയിട്ടില്ല, അങ്ങോട്ട് പോയി എടുത്തു. കോൺഫിഡൻറ്റ് റോയ് സാറ് പറഞ്ഞ പോലെ കടവും ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്നവനല്ല കേട്ടോ. കടമൊക്കെ ഉണ്ട് എനിക്ക്. ലോണൊക്കെ എടുത്ത് തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ലോൺ എടുത്ത് കഴിയുമ്പോൾ പണിയെടുക്കും നമ്മൾ പോയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ ഇത്രയും വലിയ ഡിസാസ്റ്റർ ഉണ്ടായിട്ട് വീണ്ടും പുഴയുടെ അരിയത്? പിന്നെ ഡിസാസ്റ്റർ ഉണ്ടായിട്ടില്ല. വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയിക്കോളൂ ഒഴുകി. തീർച്ചയായിട്ടും. ഈ ലോൺ എടുത്തു എന്നൊക്കെ പറയുമ്പോഴും വീടിൻ്റെ മുമ്പിലെ കാറുകൾ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വിലപിടിപ്പുള്ള കാറൊക്കെയാണ്. അതൊരു ക്രൈസിൻ്റെ ഭാഗമാണോ, യാത്ര ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ, എന്താണ് കാറിനോടുള്ള സ്നേഹം? അതൊരു എക്സ്പെൻസീവ് ഹോബിയാണ്. എൻ്റെ അമ്മ പറഞ്ഞു, മസ്താങ് പറഞ്ഞ വണ്ടി എടുത്തപ്പോൾ ആൾക്ക് കയറാനും പറ്റണില്ല, പെട്രോൾ അടിച്ച് അപ്പം തന്നെ തീർന്നും പോവും, ഇരിക്കാനും പറ്റണില്ല, കിടന്ന് സുഖിച്ചു പോകണമെങ്കിൽ ഒരു ആംബുലൻസ് മേടിച്ചാൽ പോരെ, AC ഒക്കെ ഇട്ടിട്ട് സുഖമായിട്ട് കിടന്നു പോകല്ല. അങ്ങനെയല്ല, ഇതൊന്നും അഹങ്കാരം കൊണ്ട് ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതം ഞാൻ 0 എന്ന് തന്നെ തുടങ്ങിയത്, 0 എന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതാ ഞാൻ പറഞ്ഞു, ചെറുതാഗ്രഹിച്ചിട്ട് എനിക്ക് പാടശേഖരം കിട്ടിയിട്ടുണ്ട്. പണിയെടുത്തിട്ട് ഏത് വഴിക്ക് വന്നാന്ന് എനിക്ക് എപ്പോഴും അറിയുമ്പോൾ എനിക്കൊരു മാജിക്കായിട്ടാണ് തോന്നുന്നത്. ട്രെയിനിലും ബസ്സിലും അതൊന്നും കുറവാന്നല്ല പറയണ കേട്ടോ. ചൂടത്തൊക്കെ ബസ്സിലേക്ക് താഴെ ഇങ്ങനെ മാരുതി കാർ AC പോകുമ്പോൾ കൊതിച്ചിട്ടുണ്ട്. അപ്പോഴും മാനിഫെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പണിയെടുക്കാൻ കിട്ടും എങ്കിൽ കിട്ടട്ടെ, ഞാൻ ഈ AC കാർ മേടിക്കും. ഇപ്പം മാനിഫെസ്റ്റേഷൻ ആരോ യൂണിവേഴ്സ്, താങ്ക്സ് ടു ദ യൂണിവേഴ്സ്, യൂണിവേഴ്സിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പണിയെടുക്കണം. നമ്മുടെ ആഗ്രഹം ഇപ്പോൾ ലക്ഷറി എന്ന് പറയുന്നത് പാപമല്ല. അത് ഷോ കാണിച്ച് മറ്റുള്ളവരെ, അതായത് നമ്മളെക്കാൾ താഴെയുള്ളവരെ ഉപദ്രവിക്കാനാണെങ്കിൽ അത് പാപമാണ്. നമ്മളെ വണ്ടിക്ക് നല്ല ലൈറ്റ് ഉണ്ട്, ഒരു ഓപ്പോസിറ്റ് ഒരു ഓട്ടോറിക്ഷ വരുമ്പോൾ അതിന് ലൈറ്റ് ഇട്ടിട്ട് നശിപ്പിച്ചാൽ അവൻ തെണ്ടിയാണ്. അവന് ഒതുങ്ങി കൊടുക്കുക നമ്മുടെ വണ്ടി. ഞാൻ വരുന്നത് ലംബോർഗിനിയിലാണ്, അവന് ഞാൻ പോയിട്ട് പോയാൽ അത് നിൽക്കരുത്. നമ്മൾ അധികാരവും നമ്മുടെ വിലയൊക്കെ പാവങ്ങളെ ഉപദ്രവിക്കാനുള്ളതായിരിക്കരുത്. അപ്പോൾ ഇത് കിട്ടുമ്പോഴും എൻ്റെ അടുത്ത് ഒരു പയ്യൻ പറയും, എനിക്കൊരു റൗണ്ട് അടിച്ച് പോകാൻ പറ്റുമോ? അപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരാ കയറിക്കൂടാന്ന് പറഞ്ഞു. ഞാൻ ഒരു റൗണ്ട് അടിച്ചു. അവന് മസ്താങ് ഈ പരമ്പള്ളി നഗർ പോകുമ്പോൾ ഒരു ചെക്കൻ സൈക്കിളിൽ വരും, +2 പഠിക്കുന്നത്, എന്നെ കാണാനായിട്ട്. ഞാൻ പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്തോ, നിനക്ക് എന്തൊക്കെ ചെയ്യണം, നിനക്ക് ഓടിക്കാൻ പാടില്ല, ലൈസൻസ് എടുക്കാറായിട്ടില്ല. നമ്മൾ സൈഡിൽ കൂടി അവൻ്റെ, കാരണം ഞാൻ കൊതിച്ചത് എന്താണോ അവനെയല്ല ഞാൻ കാണുന്നത്. ഇത് ഞാൻ കൊതിച്ചിട്ടൊന്നുമില്ല കേട്ടോ, എൻ്റെ ഒരു നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ വാഹനങ്ങളൊക്കെ എങ്ങനെയോ വന്ന് ചേർന്നു. പക്ഷേ ഈ കൊതിച്ചതല്ലാതെ വിചാരിച്ചാൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 2020 എന്ന് പറയുന്ന സിനിമ നടക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു അധ്വാനം ഉണ്ടെന്ന് നമ്മളന്ന് മനസ്സിലാക്കിയിരുന്നു. അതേപോലുള്ള ചില പ്രൊജക്റ്റുകളുടെ കോർഡിനേറ്റർ ആവാൻ കഴിയുന്ന ഒരു കാലിബർ ഉള്ള ഒരാളാണ് ടിനി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കോർഡിനേഷൻ ഇതിനകത്ത് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള എടുക്കുന്നുണ്ട്. അത്തരം ആൾക്കാർക്ക് മാത്രമേ വലിയ പ്രൊജക്ട്സോ ഇവരെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വലിയ സംഭവത്തിലേക്ക് പോകാനേ കഴിയുള്ളൂ. അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം മനസ്സിലുണ്ടോ? കാരണം പലരെയും സഹായിക്കാറുണ്ട്, പലരെയും മുമ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പലരെയും കണക്ട് ചെയ്യാറുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു റെമ്യൂണറേഷൻ വാങ്ങിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ആ ഒരു സന്തോഷത്തിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു വലിയ കോർഡിനേഷൻ വർക്ക് മനസ്സിൽ ഉണ്ടോ? ഉണ്ട്, കറക്റ്റാണ് ചോദിച്ചത്. ഇവിടെ ആദ്യമായിട്ട് പറയാം. തീർച്ചയായും. ഞങ്ങൾ 3-4 ദിവസമായിട്ടുള്ളത് തീരുമാനിച്ചിട്ട് C3 എന്ന പേരിലൊരു ഇവൻ്റ് അല്ല, C3 കണക്ട്സ് ആണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പരിപാടി ഇപ്പോൾ കളക്ടറുമായിട്ട് ചേർന്നിട്ട് ജില്ലാ കളക്ടർ വിളിച്ചിട്ട് റാപ്പേഴ്സിനെ വെച്ച് വോട്ടിംഗ് പ്രൊമോട്ട് ചെയ്യാൻ, അതായത് 17 വയസ്സ് 18 വയസ്സ് 25 വയസ്സുള്ളവർക്ക് വോട്ടിംഗ് താല്പര്യമില്ല, അവർ ടൂർ പോകാൻ തീരുമാനിച്ചേക്കാം. അപ്പോൾ അവരെ കൊണ്ടുവരാൻ റാപ്പേഴ്സിന്, അതായത് വേടൻ, തിരുമാലി, ഫെജോ ഇന്നവരൊക്കെ നിരത്തിയിട്ട് ഒരു മ്യൂസിക്, അതൊരു 30 സെക്കൻഡ് 60 സെക്കൻഡൊക്കെ കാണുള്ളൂ ആൾക്കാർ.
അപ്പോൾ ഒരു 3 മിനിറ്റുള്ള സോങ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മളതിൻ്റെ വർക്ക് തുടങ്ങി. ജോർജ് പീറ്റർ 13 AD എ ആർ റഹ്മാൻ്റെ കണ്ടക്ടറാണ്. ഞങ്ങളുടെ ആദ്യത്തെ ഒരു സംഭവം അതായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് അല്ല, ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റാണ്. അതായത് അവരാണ് ഇനി തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിച്ചാൽ പല മാറ്റങ്ങളും സംഭവിക്കും. നമ്മളവരെ സർവേയിൽ കൂട്ടിയിട്ട് പോലുമില്ല. അവരഭിപ്രായം ആരാന്നൊക്കെ ചോദിക്കും, ഇതാരാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാ, അപ്പോൾ ഇങ്ങനെ ആലോചിക്കും. അത് അറിയാത്ത പെൺകുട്ടികളും ഞങ്ങൾ വെറുതെ ചോദിച്ചു. നമ്മുടെ മക്കളെ തന്നെ നിരത്തിയിരുത്തി അത് ചോദിച്ചു, നിങ്ങളെന്താ വോട്ട് ചെയ്യാത്തത്? അപ്പോൾ ഒരു പെൺകുച്ചി നമ്മുടെ ഫ്രണ്ടിൻ്റെ ജോർജ് പീറ്ററിൻ്റെ മകൾ പറഞ്ഞു, വൈ ഷുഡ് ഐ, എൻ്റെ ഒരു വോട്ട് കിട്ടിയിട്ട് എന്ത് കിട്ടാനാണ്, ഇത് ഇത്രയും വലിയ പവറാണ്, ഡെമോക്രാറ്റിക് കൺട്രിയിലെ ഏറ്റവും പവർഫുൾ ഒരു സിറ്റിസണാണ്, നമ്മളാണ് പ്രധാനമന്ത്രിയെ തീരുമാനിക്കും, അതൊന്നും ഐ ഡോണ്ട് കെയർ. അതെന്താ നിങ്ങൾ ചെയ്യാത്തെന്താ? എൻ്റെ അപ്പൻ ചെയ്യാറില്ല. നമ്മളിതിനെന്താ വന്നം ചെയ്യണം. ഇപ്പോൾ വോട്ടിംഗ് ലിസ്റ്റിൽ ചേർക്കാൻ എൻ്റെ മകനെ ദൂരം കഷ്ടപ്പെടും, പഞ്ചായത്തിൽ ചെന്നിട്ട് ഫോട്ടോ എടുക്കൽ താല്പര്യമില്ല. ഇവരെടുത്ത് ഞാൻ ഈ സ്കൂളിൽ ചെന്ന് കുട്ടികളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഭാവിയിൽ എന്താണോ? ഞാൻ പഠിക്കുന്ന കാലം മുതൽ കേൾക്കുന്ന ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റ്, പിന്നെന്താണ് പോലീസ്. ഞാൻ MLA മന്ത്രിയൊക്കെ ഇരിപ്പുണ്ടായി. ഞാൻ ചോദിച്ചു, മന്ത്രി MLA എന്നാ വേണ്ട, മന്ത്രി MLA ഒക്കെ ആയാൽ വിജിലൻസ് കേസിൽ പെടുന്നു. ഇവരുടെ വിചാരം എന്താണെന്നറിയട്ടെ, ഇവർ 5 കൊല്ലം ഭരിക്കും, പിന്നെ അടുത്ത കേസ്, പിന്നെ പോറ്റി കേസ്. ഇത് പത്രത്തിൽ ഇതാണല്ലോ, ഇവർക്ക് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാൻ നോക്കുമ്പോൾ പഴയ മന്ത്രി സൃഷ്ടിച്ചു, പുതിയ. അപ്പോൾ അവർ വിചാരിക്കുന്നത്, ഇവരെന്താ വിചാരിക്കുന്നത്, ഇതിൽ വന്നാൽ കേസ് പെടും. അങ്ങനെയല്ലോ. നമ്മൾ UK ചെല്ലുമ്പോൾ നമ്മുടെ മലയാളി പിള്ളേർ മീനൊക്കെ വെട്ടിയിട്ട് നിൽക്കുകയാണ്. MBBSൻ്റെ എന്നെ ചികിത്സിക്കാനുള്ള ഡോക്ടറാണ്. ഇവിടെ പ്രൊജക്ട്സ് കൊണ്ടുവരണ്ട MP MLA ഒക്കെ. അപ്പം നല്ല പുതിയ പിള്ളേർ വരണ്ട ഇവിടെ. അടുത്തൊരു ജനറേഷൻ എന്തായിരിക്കും? ഇവരൊന്നും ഇല്ല ഇവിടെ, അല്ലെങ്കിൽ ഇത് അനാഥമായി പോകും. അപ്പം നല്ല രാഷ്ട്രീയക്കാർ വേണമെന്ന്, നമുക്ക് നല്ല MP MLAs ഒക്കെ വേണം, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കും. അതാണ്. അപ്പോൾ ഇപ്പം ഒരു 10 ലക്ഷം പേര് റീമൈഗ്രേഷൻ ചെയ്യാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ പ്രൊജക്ട്സ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പം നമ്മുടെ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് ആയി, പേര നിറഞ്ഞു. ഇനി നമുക്ക് സംഘടിപ്പിക്കാം. എനിക്ക് കോർഡിനേഷൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സിനിമകൾ ഉണ്ടാക്കാം, അതിനുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ഒരുപാട് പേര് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഞാൻ മാത്രമല്ല, 3 എന്ന് പറയുന്നത് ഞാനും കൈലാഷും സിജോയ് വർഗീസും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. സിജോയ് വർഗീസ് ഓൾറെഡി ആഡ് ഫീൽഡിലുള്ളതാണ്. ഒരു 2000 ക്ലയൻസിനെ ഡീൽ ചെയ്യുന്ന ആളാണ്. ഈ പുതുയുഗ യാത്രയും LDFൻ്റെ യാത്രയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളവനാണ്. അവൻ്റെ ഐഡിയയിലാണ്. ഇപ്പോൾ 2 പാർട്ടിക്കും വേണ്ടി ചെയ്തു കൊടുക്കും. അപ്പം നമുക്ക് എല്ലാം ക്രിയേറ്റീവായിട്ടുള്ളവരാണ്. എനിക്ക് പൊളിറ്റീഷ്യൻസ്, അതേപോലെ തന്നെ സിനിമയിലുള്ള ആൾക്കാരറിയാം, ഇവന് ക്ലയൻസിനറിയാം. ഓൾറെഡി MBA പാസ് 80% മാർക്ക് കിട്ടിയവനാണ് കൈലാഷ്. ഇവൻ പരിപാടി നടത്തിക്കൊണ്ടിരുന്നതാണ്, സിബി വർഗീസ് എന്ന പേരിൽ. അപ്പം നമുക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പം അതിന് ഞങ്ങൾ തുടക്കം കുറിച്ചു, അത് ചോദിച്ചു. എന്തായാലും രജനീഷിൻ്റെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു. ആദ്യത്തെ നമ്മുടെ ഒരു പുതിയ റാപ്പ് സോങ് ആയിരിക്കും ഇറക്കുന്നത്, ഇലക്ഷനെ ബേസ് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ കുറേ പാട്ടുകൾ വോട്ട് അത് മാറിയിട്ട് ഇവരെന്തായിരിക്കും പാടാൻ പോകുന്നത്. തിരുമാലി റിലീസ് ചെയ്ത് കഴിഞ്ഞു. തിരുമാലിയാണ് മാത്രം. തിരുമാലി പാട്ട് എഴുതുന്നു, പക്ഷെ അതിൽ ഫീച്ചർ ചെയ്യുന്നത് വേടൻ പല ആൾക്കാരുണ്ടാവും. ജെയിൻ യൂണിവേഴ്സിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അതിലൂടെ വരട്ടെ, വോട്ടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ ആദ്യം പിള്ളേർ. ഡെമോക്രസി എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും പിള്ളേർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല. അവർ വേറെന്തൊക്കെയാണ് ഈ വാർത്തകളിലൊക്കെ കാണുന്ന എന്തോ കാര്യമാണ് അവർ ഡെമോക്രസി ആയിട്ട് തെറ്റിദ്ധരിക്കുന്നത്. ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അത് സിനിമയല്ലേന്ന് ചോദിക്കും. ബൈ ദ പീപ്പിൾ എന്താണെന്ന് അതൊക്കെ അതിൻ്റെ സെക്കൻഡ് പാട്ട്. ഈ സിനിമയിലുള്ളൊരു പലരും രാഷ്ട്രീയ ചായ്വുകളോ ഒക്കെ പറയുമ്പോൾ ബാലൻസ് ചെയ്ത് പറയാൻ ശ്രമിക്കാറുണ്ട്. ശരിക്കും ടിനിയുടെ മനസ്സിലൊരു കോൺഗ്രസ്സുകാരൻ ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴും ആ കോൺഗ്രസ്സുകാരൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? അതേ KSUക്കാരൻ്റെ മനസ്സാണോ? അത് എത്രത്തോളം വളർന്നിട്ടുണ്ട്? ഇപ്പം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? ഞാൻ പാർട്ടിയുടെ അടിമയല്ല. അവർ പറയുന്നത് മാത്രം ശരിയാണെന്ന് പറഞ്ഞു നടക്കുന്നുള്ളൂ. ഞാൻ തിരുത്തൽവാദിയാണ് ശരിക്കും പറഞ്ഞത്. റിബൽ എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. വലതുവശത്തെ ഇടതുവശമാണെന്ന്. ചിലത് ഇടതുവശത്ത് നിന്ന് കണ്ടുപഠിക്കാനുണ്ട്. എന്താണ് റൂട്ട് വർക്ക് എന്നുള്ളത്. താഴെക്കടലിലേക്ക് ഇറങ്ങുവരി മുണ്ടും മടക്കി കുത്തി വെള്ള ഷർട്ട് തേച്ചിട്ടിട്ട് മാത്രം നടക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇതൊക്കെ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ്? പാർട്ടി തന്നിട്ടില്ല അജണ്ട. എനിക്ക് മറ്റേ ഇവിടെ സ്ഥാനമുണ്ട്, അത് നഷ്ടപ്പെടുന്നു, പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവരായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദം കാക്കുന്ന ആളാണ് ഞാൻ. രമേശ് ചെന്നിത്തല സാറായിട്ടും KC വേണുപോലായിട്ടും ഇവരൊക്കെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ മുൻനിരയിലേക്ക് വരിക. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലുള്ളവരും. അപ്പോൾ ഇനിയിപ്പോൾ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കേൾക്കാൻ ആളുണ്ട്. പണ്ട് കേൾക്കാനൊന്നും ആളില്ല, അത് ഇങ്ങനെയൊക്കെ വിടുമായിരിക്കും. പക്ഷെ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ സമരം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അന്ന്
പ്രവർത്തിച്ചിട്ടുള്ളതാണ് പി രാജീവേട്ടനൊക്കെ. രാജീവേട്ടൻ്റെ എത്രയോ പരിപാടികളൊക്കെ കൃഷി പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നു, അത് നല്ലതിന് വേണ്ടി, നാടിന് നല്ലതിന് വേണ്ടി. അല്ലാണ്ട് ഞാൻ ഇന്ന പാർട്ടിയാണ്, ആ പാർട്ടി ചെയ്യണമെല്ലാം തെറ്റാണെന്ന് ഞാൻ പറയില്ല. നല്ലത് ചെയ്തോ നല്ലതെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലാവുള്ളൂ. ഈവൻ സുരേഷേട്ടൻ്റെ ഒപ്പം നിന്ന് അപ്പം തന്നെ സംഘി, രാജീവേട്ടൻ്റെ നിന്ന് അപ്പം കമ്മിയാവും, സതീഷേട്ടൻ്റെ ഒപ്പം ഇരുന്നപ്പോൾ കൊങ്ങി. ഇതെന്താ ഞാനില്ലേ, ടിനിട്ടോമില്ലേ, എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? ഈ ടിനു ടോമിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു പ്രഡിക്ഷനാണ്. ഇപ്പോൾ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രഡിക്ഷൻ. മറ്റേ പ്രഡിക്ഷൻസൊക്കെ ഏതാണ്ടൊക്കെ നടത്താൻ കഴിയുന്ന കെൽപ്പുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ബി ജെ പിയുടെ സീറ്റിനെ പറ്റിയിട്ടുള്ള പ്രഡിക്ഷൻ എത്രത്തോളം ആണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ബി ജെ പിക്ക് അങ്ങനെ എത്ര സീറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ആരായിരിക്കും അടുത്ത അധികാരത്തിൽ വരിക, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ കഴിയുമെങ്കിൽ പറഞ്ഞാൽ മതി. അതേപോലെ ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടൊക്കെ ചേർന്നിട്ട് ഒരു മൂവ്മെൻറ്റ്, ഒരു യങ്സ്റ്റേഴ്സ് പാർട്ടിയിൽ ഇങ്ങനെ മേൽക്കൈയിലേക്ക് വരുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ കുറച്ചൊന്ന് പുറകോട്ടായിപ്പോയി. അത് ചിലപ്പോൾ കോൺഗ്രസിനെ ഇലക്ഷനിൽ ബാധിച്ചേക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാനസികമായി എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് വ്യക്തിപരമായി അതിങ്ങനെ എടുക്കുമോ, അത് ചിന്തിക്കുമോ, സങ്കടപ്പെടുമോ, ഇവരോടൊക്കെ വിളിച്ച് സംസാരിക്കുമോ, എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുക? എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം വരുമ്പോൾ സങ്കടമാണ്. കാരണം എത്രയോ നേതാക്കന്മാർ എത്രയോ കാലമായിട്ട് സമരം നടത്തി ഈ കഷ്ടപ്പെട്ട് കല്ലേറുകൊണ്ട് ജയിലിൽ കിടന്നിട്ട് അങ്ങനെ ഉള്ള ആൾക്കാർക്ക് കിട്ടാത്തൊരു സൗഭാഗ്യം കിട്ടിയിട്ട് ഞാൻ ശരിക്കും ഉറക്കം കിട്ടാത്ത കാര്യമാണ് അത്. ഞാൻ ചിന്തിക്കുമ്പോൾ ചിലത് എന്നെ ഫീൽ ചെയ്യാറില്ല. ഇപ്പോൾ ശ്രീശാന്തിനെ അന്ന് ഒരു കേസിൽ പുറത്താക്കിയപ്പോൾ ഞാൻ തകർന്നു പോയി. ശരിക്കും പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ എത്തിയിട്ട് ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ലൈഫ് കരിയർ ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യേണ്ടത്. ശ്രീശാന്ത് എന്തിനാണ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ എങ്ങനെ ഇതിൽ പോയി പെട്ടു. നമ്മളെ കൊണ്ടു നടക്കാൻ സാധിക്കണം, ഹോൾഡ് ചെയ്യാൻ. നമ്മുടെ പബ്ലിസിറ്റിയും ഇതും മണിച്ചേട്ടനും പറ്റിയതാണ്. പുള്ളിയുടെ പബ്ലിസിറ്റി കൊണ്ടു നടക്കാൻ പറ്റിയില്ല. നമ്മളുടെ ആ ഒരു ഹോൾഡ് ചെയ്യാൻ വേറെ എന്തിലൊക്കെയോ പോയി. നമ്മൾ നന്നാവുമ്പോൾ നമ്മളെ നശിപ്പിക്കാനുള്ളൊരു സാധനം പാരലലി ഉണ്ടാവും. അതായത് ഒരു പോസിറ്റിവിറ്റി വരുമ്പോൾ നെഗറ്റീവ് കൂടി ഉണ്ടാവും. പെട്ടെന്ന് ഇങ്ങോട്ട് പോയാൽ തീർന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത്ര നല്ല ഐപ്പ് കിട്ടിയിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം അതൊന്നും പെട്ടെന്ന് കിട്ടുന്നതല്ല. ഇത്രയും പെട്ടെന്ന് ഒരു പൊസിഷൻ MLA ആവുന്നു. ഇപ്പം മന്ത്രി ആവേണ്ട ഒരാൾ എന്തിനാണ് നൈമിഷിക സുഖങ്ങൾക്കോ നൈമിഷികമായ ഈ സാത്താൻ്റെ പ്രവർത്തനങ്ങൾക്കോ കൂട്ടുന്നിട്ട് നശിച്ചു പോയത്? അത് പാർട്ടിയും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് ബാധിച്ചു. ഇനി എത്ര സീറ്റ് കിട്ടുമെന്ന് ഞാൻ സർവേ എടുക്കുന്ന ആളല്ല കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പിള്ളേർ വന്നിട്ട് തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനായി മാറണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അവർ എന്താണ് സംഭവം. മറ്റേന്ന് പറഞ്ഞാൽ അരിവാൾ ചുറ്റിക കുത്തുന്ന ആൾ അതിനെ തന്നെ കുത്തുന്നു, കൈപ്പത്തി കുത്തുന്നു, ആ കൈപ്പത്തി, അല്ലെങ്കിൽ താമര പൊട്ടെ താമര ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത വ്യക്തികളെ നോക്കിയിട്ട് ശരിക്കും കോളേജ് ഇലക്ഷനൊക്കെ അങ്ങനെയല്ലേ. ചിലപ്പോൾ ഒരു UUC SFI ആയിരിക്കും, ഒരു UUC KSU ആയിരിക്കും. എൻ്റെ ഐഡിയോളജി അതാണ്, നടക്കില്ല. സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ, പെർഫോമൻസിൽ സെലക്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഇവിടെ അതാണ് സജി ചെറിയാൻ സാറിൻ്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം എൻ്റെ അടുത്ത് തീരുമാനിക്കാൻ പറഞ്ഞാണെങ്കിൽ പുള്ളി സാംസ്കാരികം സിനിമ കാണും. ആ സിനിമ ചോദിച്ചു മേടിച്ചതാണ്. അതിനെക്കുറിച്ച് നോളേജ് ഉള്ള ആളാണ്. ഇപ്പോൾ കൈലാഷിനെ ഇന്നലെ പരിചയപ്പെടുത്തി. നേരത്തെ അറിയാം, നിലത്താമര. പുള്ളിയുടെ മേഖല വേറെയാണ്. ഇപ്പം രാഷ്ട്രീയത്തിൽ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ അവബോധമുള്ളതുകൊണ്ടല്ല പറയുന്നത്. ഇദ്ദേഹം രാത്രി ഇരുന്ന് സിനിമയാണ് ഈ തിരക്കിൻ്റെ എടുക്കും. പുതിയ പടത്തിന് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ അതിനും നോളേജുള്ള അങ്ങനെ പല പാർട്ടിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് വന്ന് അതാണല്ലോ, അത് നടക്കില്ല. അത് ഞാൻ പറഞ്ഞാണ്. അപ്പം ആ ഐഡിയോളജി ആയിട്ടാണ്. അതെന്ത് പൊളിറ്റിക്സ് ആണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. ഈ പ്രൊഡക്ഷനിലേക്കൊക്കെ എങ്ങനെയാണ് എടുത്ത് മൂവ്മെൻറ്റ്? പ്രൊഡക്ഷൻ അതിനുള്ള കാശൊന്നുമില്ല. നമ്മൾ കോർഡിനേറ്റ് ചെയ്യും, നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് എഴുത്തുണ്ട്. ആ എഴുത്ത് ഇപ്പോൾ വെളിച്ചം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ പുസ്തകമല്ല, സിനിമ. അതുകൊള്ളാം. അത് വലിയൊരു ഡയറക്ടർ എന്നെ കെട്ടിപ്പിടിച്ച് അഡ്വാൻസ് ഒക്കെ തന്നതാണ്. പിന്നെ കുറച്ച് വൈകിപ്പോയി. പുള്ളിയുടേതും കുറച്ച് ഹെൽത്തിൻ്റെ പ്രശ്നം. പക്ഷെ വേറൊരു വഴി ഇപ്പോൾ ഇത് വെളിച്ചം കണ്ടാൽ അതെൻ്റെ അനുഭവങ്ങളാണ്. സിനിമയിൽ വന്നേക്കുന്ന അനുഭവങ്ങൾ വളരെ സെറ്റയറായിട്ട്. അതിൽ കഥാപാത്രമാവോ? കഥാപാത്രം ചെറിയ കഥാപാത്രം വല്ലതും ചെയ്യുമായിരിക്കും. പക്ഷേ ഡയറക്റ്റ് ചെയ്യുന്ന ആൾ ഒരിക്കലും അഭിനയിക്കരുത്, അങ്ങനെ പറയുന്ന ഒരാളാണ് ഞാൻ. അയാൾ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കണമെന്ന് പറയുന്നവരാണ്. അയാളും കയറി അഭിനയിക്കുക. ഇപ്പം മേനോൻ സാറിൻ്റെ ഒക്കെ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പുള്ളി ഇതിൽ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹം. ഞാൻ ഡയറക്റ്റ് ചെയ്യില്ല കേട്ടോ. തേങ്ങ
ഇട്ട് തരാൻ ആളുണ്ട്, നമ്മൾ എടുത്തുകൊണ്ട് പോയാൽ പോരെ. അപ്പോൾ തേങ്ങ ഇടാൻ എക്സ്പീരിയൻസ് ഉള്ള ആളുണ്ട്. എനിക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പ്രഷർ. റൈറ്റിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, സമാധാനമായിട്ട് ഇരുന്ന് എഴുതാം. എനിക്ക് അതിൻ്റെ എല്ലാം അറിയാം. ഒരു ടെക്നീഷ്യനാണ് ശരിക്കും ഡയറക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പ്ലാൻ ചെയ്യണം, ചാർട്ട് ചെയ്യണം, അങ്ങനെ എല്ലാം കൂടി അറിഞ്ഞിരിക്കണം. അതൊരാളെ ഏൽപ്പിച്ചിട്ട് കേട്ടവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം ഇതൊരു കോപ്പിയടി ഫോറിൻ ഫിലിം ഒന്നുമല്ല, ഇതെൻ്റെ അനുഭവമാണ്. കേരളത്തിലെ റോഡുകളാണ് പ്രമേയം, അതാണ് കഥാപാത്രമാവുന്നത്. അതെങ്ങനെ ആവും എന്നുള്ളത് പല നാട് പല ടേസ്റ്റ് ഇതൊക്കെ കൂടി വരുന്ന ഒരു സാധനമാണ്. അത് കൊള്ളാം. ഈ ശരിക്കും ടിനി ടോം ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എന്ന് വെച്ചാൽ ഈ മിമിക്രി ചെയ്യുന്ന ഒരാളാണ്, ആൾക്കാരെ പൊട്ടിച്ചിരിപ്പിക്കാറുണ്ട്, അഭിപ്രായം തുറന്നു പറയാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലോൺലി ആയിട്ട് യാത്ര ചെയ്യുന്നതും ഇപ്പോൾ ചായ കുടിക്കുന്നതും ഒക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഒരു കോർഡിനേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരാൾ ഇതിനേക്കാൾ കൂടുതൽ ഒരു സന്തോഷം അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാവുന്നുണ്ട്. പരസ്പരം മനുഷ്യരെ കണക്ട് ചെയ്യുന്നൊരു സ്പേസിൽ ടിനി ടോം കുറച്ചുകൂടെ ഒരു സന്തോഷം അനുഭവിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കുള്ള ടിനി ടോം ഇപ്പം അതാണോ അങ്ങനെ ചോദിച്ചാൽ? ഒരു കോർഡിനേറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ടിനി ടോം ആണോ ശരിക്കുള്ള ടിനി ടോം? ഞാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടട്ടെ സത്യം പറഞ്ഞാൽ. കാരണം എനിക്ക് പറ്റുന്ന സംഭവം 100% ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന് മരണം വരെ ഞാൻ നോക്കും, പണിയെടുക്കും. അത് നല്ലതാണെന്ന് അറിഞ്ഞാൽ അതിന് 100% കൊടുക്കും. അതാണ് ടിനി ടോം. ഇപ്പം ചക്ക വേണമെന്ന് പറഞ്ഞാൽ എന്നാൽ ചക്ക ഞാൻ കൊണ്ടുവരും ചിലപ്പോൾ. അതിന് പകരം ഇപ്പോൾ വേറെ പെട്ടെന്നൊരു ആനേന ഉത്സവത്തിന് വേണമെന്ന് പറഞ്ഞാൽ ആ മേഖലയിലേക്ക് പോയിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കും, നടത്താൻ പറ്റും. അതിനുള്ള കണക്ഷൻസ് ഉണ്ട് എനിക്ക്. ഇപ്പോൾ പറയാം 3 പേരാണ് നമ്മുടെ ജീവിതത്തിൽ കണക്ഷൻ മതി. ഇപ്പം മോദിജീനെ ഒരു കാര്യം അറിയിക്കണം, ഞാൻ എങ്ങനെ എത്തുന്നു ചിന്തിക്കണം. ഞാൻ സുരേഷ് ചേട്ടനെ വിളിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ എന്തും നോക്കിക്കോ. മാർപ്പാപ്പേനെ എനിക്ക് കാണണം, ഇവിടുത്തെ ബിഷപ്പായിട്ട് എനിക്ക് പരിചയമുണ്ട്, എനിക്ക് എത്താൻ പറ്റും. രജനീഷിന് ഇതുപോലെ തന്നെ പറ്റും, എല്ലാവർക്കും പറ്റും. നമ്മൾക്ക് അങ്ങനെ കണക്റ്റിവിറ്റിയായിട്ട് ജീവിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നടക്കും. അപ്പം 3 പേരേ ഉള്ളൂ. അതാണ് C3 കണക്ട്സ്, ഞങ്ങളുടെ ഈവൻറ്റിൻ്റെ ഇതും. അപ്പോൾ 3 പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്താം പല സ്ഥലത്തും. ഇപ്പോൾ ട്രംപിൻ്റെ അടുത്ത് എത്തണം, ഞാൻ അപ്പോൾ എങ്ങനെ എത്താൻ പറ്റും? അപ്പോൾ തന്നെ അമേരിക്കയിൽ ഒരു മലയാളി MP ഉണ്ടല്ലോ, ആ പുള്ളിനെ കിട്ടി വിളിച്ചാൽ ചിലപ്പോൾ ട്രംപിൻ്റെ അടുത്ത് എത്താൻ പറ്റും. ശ്രമിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പേടിച്ച് വെക്കും. ദൈവമേ ഇവരൊക്കെ സിംഹങ്ങളാണ്, സിംഹത്തിൻ്റെ അടുത്ത് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എപ്പോഴാണ്? റിലാക്സ് ചെയ്ത് ചായ കുടിച്ച് എൻ്റെ ഫാമിലി എൻ്റെ റിഫ്രഷ് ചെയ്യണം അവിടെയാണ്. ഞാൻ ചെറിയൊരു കുടുംബം, ഞാനും ഭാര്യയും മോനും ഒരു പൂച്ചയുള്ളൂ, അല്ലാതുള്ളൊരു ലോകവുമില്ല. അമ്മമാരൊക്കെ ഉണ്ട്, പൂച്ചയുടെ പേര് വർക്ക് ചെയ്യുന്നതാണ്. അമ്മമാരൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ വളരെ കൂടുന്ന യാത്രകളും കാര്യങ്ങളും അതിൽ സന്തോഷം കണ്ടെത്തുന്നു. അവിടെയാണ് ഞാൻ റിഫ്രഷ് ആവുന്നത്. ഞാൻ ഒരു ഫാമിലി മാനാണ്. അല്ല, അവിടെ പോയി എന്ത് ചെയ്യുമ്പോൾ ചായ കുടിച്ച് വെറുതെ കിടന്നാലും അവരുള്ള സ്ഥലം എനിക്ക് സന്തോഷം തരുന്നതാണ്. അവിടെ വെറുതെ കിടന്നാലും അങ്ങനെയൊക്കെയാണ്. അതായിരിക്കും ഏറ്റവും സന്തോഷം. ഏറ്റവും അത് കഴിയുമ്പോൾ നമ്മൾ എണീറ്റ് ഫ്രഷ് ആവും. എനിക്ക് അവരെ കാണാതെ പറ്റില്ല. ലോകത്ത് എവിടെ പോയാലും വീട്ടിലെത്തിയിട്ട് അവിടെ പോയി ഒപ്പിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എനർജി കിട്ടുക. പിന്നെ 1 മാസം ചിലപ്പോൾ ഓടാൻ പറ്റും നമുക്ക്. അത് തോന്നുമല്ലേ ഉള്ളിൽ ഇങ്ങനെ അവിടെ എത്തിയില്ല എന്നുള്ളൊരു അതെ ഒരു എനർജി വലിച്ചുകൊണ്ടിരിക്കും. രാത്രിയാകുമ്പോൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ളതാണ്. കാരണം ഓടിയെത്തിയാൽ അവിടെ എത്തുമ്പോഴേക്കും ഇവരുടെ കാണുമ്പോൾ എൻ്റെ മോനിൽ ഇപ്പോൾ കാണുന്ന വളരെ വിരളമായിട്ടാണ്. കാരണം ഞാൻ ചെല്ലുമ്പോൾ അവൻ എത്തിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടാവും. വെളുപ്പിനെ ഞാൻ പോകുമ്പോഴേക്കും അവൻ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. പണ്ടങ്ങനെയല്ല, ഇങ്ങനെ കൂടെ കിടന്നല്ലേ ഉണ്ടായിരുന്നത്. ഈ ബൈബിൾ ഇടയ്ക്കെങ്കിലും ഒക്കെ ഇപ്പോൾ വായിക്കാറ്? ബൈബിൾ എല്ലാ ദിവസവും വായിക്കും ഞാൻ. കർത്താവിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് ഉണ്ട്. അത് അമേസിങ്. നമ്മളെ എല്ലാത്തിനും നീ എന്ത് ചവിട്ടിയാലും നിനക്കൊരു കുഴപ്പം പറ്റില്ല. നിന്നെ പാമ്പ് കൊത്തൂല, നിന്നെ അവിടെ ചെയ്യൂല, ആക്രമിക്കില്ല. നിനക്ക് എൻ്റെ സംരക്ഷണമുണ്ട്. അല്ലെങ്കിൽ ഞാനൊക്കെ വഴിയിൽ യാത്ര ചെയ്തിരിക്കുന്ന ആളല്ലേ. എൻ്റെ സെക്കൻഡ് ഹോം എന്ന് പറഞ്ഞാൽ വണ്ടിയാണ്, യാത്രയാണ്. ഒരു ട്രക്ക് മാറി പോയ പോലെ നമ്മൾ പോകാനായിട്ട്. ഇത്രയും അപകടം. എൻ്റെ തൊട്ട് പിന്നിൽ സുധിയുടെ മരണം, അത് പറയുമ്പോഴെനിക്ക് വേദനയ്ക്ക്. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് പിരിഞ്ഞാണെന്ന് രാത്രി. അവനെ ഞാൻ നന്നാക്കി കൊണ്ടുവരുമായിരുന്നു. കുറേ ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് ലാസ്റ്റ് അതെല്ലാവരും ഇട്ടിരുന്നു സെൽഫി. ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴും കോളുകൾ കുറേ കിടക്കണേ ഇടവിളബാബുവിൻ്റെ ഇതിൻ്റെയൊക്കെ. പെട്ടെന്ന് ഞാൻ ഇതെന്താ കാര്യം എടുത്ത് കഴിയുമ്പോൾ സുധി മരിച്ചു. ഞാൻ പറയും ഏത് സുധി? നമ്മൾ സുധി
നമ്മുടെ സുധിയ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഫ്രീസായി പോയിട്ടില്ല. ബാക്കിയുള്ള മരണം മണിച്ചേട്ടൻ്റെയൊക്കെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ സുഖമില്ല ഇതൊക്കെ അറിഞ്ഞിരുന്നു. ഇതിപ്പോൾ കണ്ട് കെട്ടിപ്പിടിച്ച എന്താണെന്ന് വിശ്വസിക്കാൻ പറ്റുള്ള എനിക്ക്. ഞാൻ അവൻ്റെ കുറേ ഉപദേശം, എൻ്റെ ഒരു ബ്രദറിൻ്റെ പോലെ, അതായത് നീ കുറച്ച് മദ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു, അപ്പം ഞാൻ പാടില്ല, നന്നായി വരുമായിരുന്നു. വീടും കാര്യങ്ങളും അതായിട്ടൊക്കെ അവൻ ആവശ്യപ്പെട്ടിട്ട് ഫ്രണ്ടിൽ കയറിയിരുന്നു. ഞങ്ങൾ വിളിക്കും, രാത്രിയൊക്കെ വിളിച്ചിട്ട് ചേട്ടാ എന്താ ചേട്ടാ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ശബ്ദം നിലച്ചു പോയി. അവൻ്റെ വോയിസ് മെസ്സേജ് ഇപ്പോഴും കിടക്കണ്ട, എനിക്ക് കേൾക്കാൻ പറ്റില്ല. അതുപോലെ ഓരോ മരണങ്ങൾ എന്നെ ഭയങ്കരമായിട്ട്, അതൊരു രാജേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാക്യാരുണ്ടായിരുന്നു, അത് ഡിവൈനിലെ ഒരു പാട്ടുകാരനായിരുന്നു, എൻ്റെ എല്ലാം തുറന്നു പറയാൻ പറ്റുന്നൊരു സുഹൃത്തായിരുന്നു, അത് പോയി. സിദ്ദിഖ് സാറ്, ഞാൻ ഒരുപാട് സിനിമയൊന്നും ചെയ്തിട്ടില്ല, ഒരു സിനിമ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ എനിക്ക് എന്തെങ്കിലും സിനിമയിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അത് കുഴപ്പമില്ലട്ടെ, ഇനി അത് സിനിമ അങ്ങനെയാണ്, അത് തിരിച്ചു തരും, ഇന്ന് പട്ടണിയാണെങ്കിൽ നാളെ ദൈവം തരുമത്, അങ്ങനെ പറയുന്ന ഒരു സുഹൃത്ത്. അത് ഞാൻ അവിടെ ചെന്ന് ഈ ഹോസ്പിറ്റലിൽ ആരും കാണിക്കുന്നുണ്ടായിരുന്നില്ല, എന്നെ അവിടുത്തെ സന്യാസിനെ കൊണ്ടുപോയി കാണിച്ചു. കൈക്ക് ചൂടുണ്ടായിരുന്നു. പോവുകയാണ് പുള്ളി നമ്മുടെ ഇന്ന്. എനിക്ക് അടുത്ത സിനിമ ചാൻസ് പോട്ടെ, കാരണം എന്നെ അടുത്ത ഒരു പടത്തിൽ വലിയൊരു സംഭവം എനിക്ക് തരാനിരിക്കുന്നു. ഒരു വലിയൊരു വെബ് സീരീസ്, ഇൻ്റർനാഷണൽ വേൾഡ് വെബ് സീരീസ് അറബിയിൽ ചെയ്യാനിരിക്കുന്നു. അതൊക്കെ പിന്നെ നമ്മുടെ ഇതാണെന്ന് വിചാരിക്കുക, നമ്മുടെ വ്യക്തിപരമായ കൊമേഴ്ഷ്യൽ സാധനം. പക്ഷെ സ്നേഹിക്കാനുള്ള ആൾക്കാർ, തുറന്നു പറയാനുള്ള ആൾക്കാരൊക്കെ പോകുമ്പോൾ നമുക്ക് വാക്വം ആവും. നവാസിൻ്റെ മരണം അത് ചിന്തിക്കാത്ത മരണമായി പോയി. അപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഇതൊക്കെ മറന്നിട്ടല്ലേ നമ്മൾ ചെയ്യണം. നമ്മൾ ആലോചിക്കുന്നത് ഒരു സംഭവം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നവാസ് ഉണ്ടായിരുന്നതും മണിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോഴും ഞാൻ പോയി കണ്ടിരുന്നു. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴായിരിക്കും ഒരു വിളി വന്നത്. എവിടെയാ വിളി വരുമായിരുന്നു. അവിടെ ഞങ്ങൾ ഫസ്റ്റ് ഗൾഫിൽ ഒരുമിച്ചാണല്ലോ പോകുന്നത്. മണിച്ചേട്ടൻ ഞാനൊരു കട്ടിൽ കിടന്നിട്ടുള്ളതാണ്. ഒരു ബിയർ പോലും കഴിക്കാത്ത മനുഷ്യനായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, കാരണം ഒറ്റ പാൻറ് ഉണ്ടായിരുന്നുള്ളൂ. മണിമാളികയിൽ എത്തണമെന്ന് കണ്ടിട്ട് ഇതെന്താണ് സിനിമയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചാണകം മെഴുകിയ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചൊറിയുടെ കാലി അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ കട്ടയുള്ള സല്ലാപം എന്ന് പറയുന്ന പടത്തിൻ്റെ റിലീസിന് അന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാമിന് പോവുക, കൊച്ചിൻ ഗിന്നസ്. അപ്പോൾ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ വന്നപ്പോൾ ജനങ്ങളിങ്ങനെ മണി അറിയില്ല, തേടാ മണി ടോപ്പായിട്ടുണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ കോട്ടയം സോമരാജ് എന്ന് പറഞ്ഞ ആളുണ്ട്, കോട്ടയം സോമരാജ് മരിച്ചുപോയി. അപ്പോൾ കോട്ടയം സോമരാജൻ്റെ അടുത്ത് പറഞ്ഞ് ടോപ്പെന്നാണോ കോപ്പെന്നാണോ പറഞ്ഞ് നിർത്തി. അതൊക്കെ എൻ്റെ പെട്ടെന്ന് കഴിഞ്ഞ ഒരു ജീവിതം പോലെ തോന്നുന്നു. ഇവരൊന്നും ഇല്ല നമ്മുടെ ചുറ്റും, നമ്മളെ ചിരിപ്പിച്ച ആൾക്കാർ. അപ്പോൾ ഓരോ മരണങ്ങളും നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മറക്കാൻ ശ്രമിക്കും. അത് ഏറ്റവും ഷോക്കായിപ്പോയത് സുധീടെയാണ്. ഒരു മഹേഷ് കുഞ്ഞുമോൻ ഇത് ഒരു കാറിൻ്റെ വ്യത്യാസമുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട. അവിടെയൊക്കെ ഞാൻ പറയുന്ന അതാണ്. അപ്പോൾ നമ്മളെ വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് സംരക്ഷണം നൽകുന്ന എന്തുകൊണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ബൈബിളിലാണ്, ആ ബൈബിൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ പാരഗ്രാഫാണ് എന്നെ സംരക്ഷണം നൽകുന്നത്. അതിലല്ലാണ്ട് എന്ത് അപകടം വന്നോട്ടെ എന്തോന്നും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിനക്ക് എന്ത് രാത്രി 12 മണിക്ക് 2 മണിക്കല്ല വരുന്നത്, ചിലപ്പോൾ ഇങ്ങനെ വന്നാണോ എന്നും പറഞ്ഞ് ലോറി വന്നു ഒരു ഇത്തിരി മാറി എത്തിയിരുന്നു. അവിടെയൊക്കെ എന്തൊരു കാവൽമാലകളുകൊണ്ടാണ്. എത്ര വർഷമായിട്ട് കൊണ്ടു കിടക്കുന്നത് വഴികളിൽ. അത് സ്ഥിരം വായിക്കും, എല്ലാ ദിവസവും വായിക്കും. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അത് നീ വായിക്കണം എല്ലാ ദിവസവും. കർത്താവിൻ്റെ സംരക്ഷണം സങ്കീർത്തനങ്ങളിൽ പെടുന്നതാണത്. കവിതാപരമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്ത് ചവിട്ടിയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇത്രയും സൈബർ അറ്റാക്ക് കിട്ടിയാൽ ഇത്ര ഇതായിട്ടും എനിക്ക് ഒരു ലെവൽ കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഞാൻ ചിലർ കളിയാക്കുമായിരിക്കും, ഞാൻ കൃപാസനത്തിൻ്റെ ഫോളോവറാണ്. അത് അവിടെ ഉള്ളവർക്ക് പോലും അറിയില്ല. അത് ഞാൻ ഒറ്റക്ക് പോയി കണ്ടുപിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും. അവിടുത്തെ അച്ഛനായിട്ടോ അതൊന്നും ബന്ധമില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഏകാന്തമായിട്ടുള്ള ഇതാണ്. കൊറിയർ സർവീസായിട്ട് പോകാറില്ലേ. പക്ഷെ അതെന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സാധനമാണല്ലോ. ആ കൃപാസനത്തിൻ്റെ ഇതിട്ടിട്ട് എന്നെ കുറേ പേര് എന്നെ കളിയാക്കിയൊക്കെ ഇട്ടിരുന്നു. ഇവൻ അന്ധവിശ്വാസം, മറ്റേത് കൃപാസനം, നീ പോയിട്ട് മറ്റേ അഭിപ്രായമില്ലാത്തൊരു കാര്യമാണ്. ആ ന്യൂസ് പേപ്പർ തേച്ചിട്ട്. കാരണം എന്താന്ന് പറയട്ടെ, ഞാൻ വളരെ, അതായത് ഇത് ഞാൻ തുറന്നു പറയാണ്, അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് വന്നപ്പോൾ തകർന്ന് തരിപ്പണ. ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ലൈഫ്. ഇനി മാതാവ് മാത്രമേ രക്ഷപ്പെടുത്താനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഒറ്റക്ക് ആവശ്യപ്പെട്ടത് ഞാൻ, എന്നെ വേണോ മാതാവിന്. അത് ആ നിമിഷം ടക്ക് എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാജിക്കൽ റിയലിസം എന്നൊക്കെ സിനിമയെ പറയുമായിരിക്കും. ഇതൊക്കെ ഒറ്റക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലാണ്ട് വേറൊരു മറ്റേ ഗുരു വന്ന് ഇങ്ങനെ അനുഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുള്ളതല്ല. എൻ്റെ വിശ്വാസങ്ങളാണ്. ഇതൊക്കെ പേഴ്സണൽ വിശ്വാസമാണ്. ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അവിടെ അച്ഛനെ ഞാൻ ഇത്രയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. അവിടുത്തെ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ രാത്രി കാലം 1 മണിക്കൊക്കെ ആയിരിക്കും അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം. പലരും ഇത് എന്തിനാണ് എൻ്റെ വിശ്വാസങ്ങൾ ഉപദ്രവിക്കുന്നതും എന്നെ വിമർശിക്കുന്നതും. ഒരാൾ എന്താണ് അയാളുടെ പേര്, അതിനടുത്തുള്ള ഒരാൾ, ഞാൻ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നില്ല, നീ ഒരു കാര്യം ചെയ്യും, അവിടുത്തെ ഇതും കൂടി കലക്കി കുടിച്ച് തിന്നെ. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല, കലക്കി കുടിക്കലും ഇതിലൊന്നുമല്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ റിലേറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, അത് മാത്രം മതി. ആ കറണ്ട് എനിക്ക് കിട്ടിയാൽ മതി, അതാണ് എന്നെ നിലനിർത്തുന്നത്. എന്തൊക്കെ സൈബർ അറ്റാക്ക്, പൊളിറ്റിക്കൽ അറ്റാക്കൊക്കെ ഉണ്ടായിട്ടും എന്നെ നിർത്തുന്നത് എന്താ? അപ്പോൾ ഒരു ശക്തിയുണ്ട്, അതെൻ്റെ പേഴ്സണലാണ്. ഈ പല അഭിപ്രായങ്ങളുള്ളപ്പോഴും രാഷ്ട്രീയത്തിലേക്ക് എന്തെങ്കിലും ഒരിക്കലും വരില്ല, ഒരിക്കലും വരില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തെങ്കിലും കലാപരിപാടി നടത്തണമെങ്കിൽ, ഇപ്പോൾ ഇന്നലെ സജി ചെറിയൻ സാറായിട്ട് ഞാൻ ഒരു പ്രൊജക്റ്റ് സംസാരിച്ചു. ആര് ഭരണത്തിൽ വരുമെന്നൊന്നും അറിയില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ നല്ലൊരു സംഭവമാണ്. എല്ലാ കലാകാരന്മാരും കൂടി ചേരുന്ന ഒരു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യും, എല്ലാവരും വന്നിട്ട് ചെയ്യുന്നു. അത് നമുക്ക് ക്ഷേമനിധി പോലെ നമുക്ക് ചെയ്തുകൂടെ? നമുക്കൊന്നുമില്ല, ഒരു പാട്ടുപാടി പോയ പോലെ, അല്ലെങ്കിൽ ഒരാൾ വന്ന് എന്തോറും പാവപ്പെട്ട കലാകാരന്മാരെ സഹായിക്കാൻ പറ്റും. സാറ് നല്ല പ്രൊജക്റ്റ് അല്ല, അത് ഇതൊക്കെ നല്ല ഐഡിയ ആണ്. അത് നടപ്പിലാവണമെങ്കിൽ അദ്ദേഹത്തിന് അധികാരം, ഒരു പ്രസ്ഥാനം ആവശ്യമാണ് അദ്ദേഹത്തിന്. ഇപ്പം അത് ഇപ്പോൾ മന്ത്രി ആയില്ലെങ്കിലും അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ആലോചിച്ചാൽ നമ്മൾ കൂടെ നിൽക്കാൻ തയ്യാറാണ്. അത് C3 അതിൻ്റെ കൂടെ ഉണ്ടാവും. തീർച്ചയായിട്ടും. കേരളക്കരയ്ക്ക് കേരളത്തിലാട്ടിയ ഫിറ വെളിച്ചെണ്ണ. ലോകം ആസ്വദിക്കുന്ന കേരളത്തിന്റെ നന്മ.